കുട്ടി രജനിയിപ്പം അപ്പം നമുക്ക് ഇന്നൊരു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്കൊരു മീൻകറി വയ്ക്കാം, ഒരു സ്പെഷ്യൽ സരസ്വതി മീൻകറി. അപ്പോൾ എൻ്റെ രജനി കുഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ വന്നു. ഹായ് രജനി, ഗുഡ് മോർണിംഗ്. എന്നെ കാണുന്നില്ല കൊച്ചേ. അത് വയ്ക്കാം അങ്ങോട്ടെ രജനി. കുട്ടിയെ തമ്മിത്തല്ല, ഇത് വയ്ക്കും നല്ല കുട്ടിയായിട്ട്. ഇത് മതിയോ കുട്ടി? ഇഞ്ചി പച്ചമുളക് നോക്ക് മതിയല്ലേ? മീന് തേങ്ങ ചേർക്കുന്നില്ല, മുളക് ചേർക്കുള്ളതാണ്. വയ്ക്കൂ, തീ കത്തിക്കൂ. എന്തോ എന്ത് കഴിയമ്മേ എൻ്റെ രജനി മുല്ലപ്പൂക്കെ കണ്ടാൽ അവള് എന്നും അങ്ങനെ തന്നെയാണ് വരുന്നത്, നല്ല വൃത്തിയായിട്ടാണ് വരുന്നത്. പറഞ്ഞ ഇന്ന് രാവിലെ എന്തിട്ടിട്ടില്ല. അയ്യോ, പൂവും വെച്ചില്ലേ ആൾക്കാർ? അയ്യോ, അഡ്മയർ ചെയ്തപ്പോഴത്തേക്ക് പുകഴ്ത്തിയപ്പോഴത്തേക്കുള്ളൂ, ഒരുക്കമൊന്നും ഇല്ലാതെ വന്നു. അപ്പോൾ അങ്ങനെ കുട്ടി ഇന്ന് എന്തൊക്കെയോ ഒക്കെ തിരക്കുകളുണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ സ്കൂളും കാര്യങ്ങളും. ഞാൻ പറഞ്ഞിട്ടില്ല അവളെ കുറിച്ച് നിങ്ങളോട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്നൊന്നും പൂവില്ല, കാതിലേതും മറന്നു, എല്ലാം മറന്നു വന്നു. എന്നും പൂ വെച്ചുകൊണ്ടേ വരൂ, കാരണം അവരുടെ വീടിൻ്റെ അടുത്തൂടെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ വീടിൻ്റെ അവിടെ കൊണ്ടുവച്ചേച്ച് പോകും. അങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പം എനിക്കൊരു പെൺകുട്ടികളില്ലാത്തല്ലേ, അപ്പോൾ പേരക്കുട്ടിയെ പോലെ ഞാനിങ്ങനെ വഴക്കൊക്കെ പറയും ഞാൻ ഇടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ സ്നേഹനിർഭരമായ വഴക്കാണ് കേട്ടോ കൂട്ടുകാർ. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ഒരു കിളിമീൻ കറി വയ്ക്കാം കേട്ടോ. കിളിമീൻ ഉണ്ടോ? കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കാം. ടീച്ചർ കഴുകാനിത്ര നേരം ഇതിൻ്റെ പരിപാടിയായിരുന്നു. അവളെ കൊണ്ട് ഇതൊന്നും തൊടിയിക്കുകയില്ല, അവൾ വെച്ച് തരും വൃത്തിയായിട്ട്. ഇന്ന് പക്ഷേ ഞാനാണ് വയ്ക്കുന്നത്. മീൻ ഞാനിന്ന് മേടിക്കുന്നില്ല എന്ന് വെച്ചങ്ങ് കിടന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ലത വന്നു, ചേച്ചി ചേച്ചി നല്ല കിളിമീൻ, നല്ല കിളിമീൻ വാന്നും പറഞ്ഞ് വന്നു. അങ്ങനെ അതൊക്കെ ഇതേ മേടിച്ചോണ്ട് കേട്ടോ. ഇതിൽ ആരാനൊന്നും വായിക്കുന്നതൊന്നും ഇല്ല ഞാൻ. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് നിബന്ധനകളൊന്നും ഇല്ലാത്ത പോലെ ആയി. മോളെ അത് അടുപ്പ് കാണുന്നുണ്ടോടി? കുട്ടിയെ അടുപ്പ് കാണുന്നുണ്ടോ? ഞാൻ തന്നെ വെച്ചോളൂ, നീ പേടിക്കേണ്ട, നീ ബാക്കിയൊക്കെ ചെയ്തു. അടുപ്പ് കാണുന്നുണ്ടോ എന്ന് രജനി പറഞ്ഞാൽ മതി, ഞാൻ വെച്ചോളാം. അതേ തട്ടണ്ടായിരിക്കില്ല. മറ്റേ മൈക്ക് പോയി മോളെ കുട്ടി രജനിയമ്മ മൈക്ക് പോയി. മറ്റേ കുട്ടീൻ്റെ ആളുകളിലായിരുന്നു പഠിച്ചു. ഇവിടെ പഠിച്ചിട്ട് ഭർത്താവിനെ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ഇതെന്താ വെളിച്ചെണ്ണയാണോ? കുറഞ്ഞു പോയി കേട്ടോ, വെളിച്ചെണ്ണ കുറഞ്ഞു പോയി കേട്ടോ. എത്ര വെളിച്ചെണ്ണ ആടിയോ? അത്ര ചെയ്ത നല്ല ഉള്ളിയല്ലേ ഉള്ളൂ. വളരെ 10 ലിറ്റർ. അതായത് ഇതിന് കുറച്ച് വെളിച്ചെണ്ണ എടുക്കട്ടെ, ഇതിന് ഒരുപാടാവും. അവർ ചെറുപ്പക്കാരൊക്കെ അല്ലേ, അവർ വെച്ച് കൂട്ടുന്ന രീതി അവൾ വെച്ചുകളെ കുട്ടിയല്ല കൂട്ടുകയില്ല. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് പോരുക കേട്ടോ. മതി, ഞങ്ങൾക്ക് വെളിച്ചെണ്ണയൊന്നും പാടില്ലല്ലോ, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമാണ്, പക്ഷേ നമുക്ക് പാടില്ല. കുട്ടിയൊന്നും ഞങ്ങൾക്ക് ഞാൻ അവിടെ വെച്ചു. അപ്പോൾ അതാ കാണുന്നുണ്ടല്ലോ, ഈ ചട്ടി വെച്ചു, ഒരു ലൈറ്റ് ഇവിടെ ചട്ടി വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവാതൊരു കുറച്ച് ഉലുവായിട്ടു. കടുക് വേണ്ട, ചിലർ കടുക് ഇടും കേട്ടോ. എന്നാന്നറിയോ, മീന് ഇങ്ങനെ അലർന്ന് പോകാതിരിക്കാൻ വേണ്ടി ചിലർ കടുക് ഇടും. ടീച്ചർ അത്ര ദിവസം കൂടെ ഒരു കുക്കിങ്ങിലേക്ക് വന്നതല്ലേ, ഒക്കെ ടീച്ചർ പിടിക്കായി, എല്ലാം മാറി തുടങ്ങി. ക്യാമറാമാൻ വന്നപ്പോഴാണ് സജീവമായത്. എൻ്റെ ക്യാമറാമാനും എൻ്റെ രജനിയാണ്. അപ്പോൾ അങ്ങനെ ഇതാ കാഴ്ച പോലും ആകട്ടെ. എനിക്ക് കറിവേപ്പില ഒട്ടുമില്ല കേട്ടോ, നമ്മുടെ കറിവേപ്പിലെല്ലാം പോയി കേട്ടോ. ഈ കറിവേപ്പിലയിടാം പേരിന്, നമ്മുടെ കറിവേപ്പിലെല്ലാം പോയി. അതെന്നും എടുക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ട കറിവേപ്പിലയാണ്. എനിക്ക് കറിവേപ്പില, ഇഞ്ചി, മഞ്ഞൾ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ചട്ടി വെച്ചു, മത്സ്യമൊക്കെ നന്നാക്കി കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ. അല്ലെങ്കിൽ ഞാൻ കത്തി ഞാനവിടെ വെച്ചല്ലോ ഒന്ന് മുറിക്കാൻ. ഈ കറി കത്രിക കണ്ടില്ല, മീനിൻ്റെ ഒരു കത്രിക ഉണ്ട്, അത് കണ്ടില്ല. അപ്പം ഇത് കിടന്ന് പൊട്ടട്ടെ. അപ്പോൾ ആ ഉലുവാന്ന് മൂക്കട്ടെ. ഉലുവ മൂക്കുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം.
ഇനി ഞാൻ ഈ മീനൊന്ന് മുറിക്കട്ടെ. ചെറുതാ, അത്ര വലുതൊന്നുമല്ല. രണ്ടായിട്ട് മുറിക്കാനേ ഉള്ളൂ. രജനി എത്ര പേരാ ആയി വെച്ചിരിക്കുന്ന അറിയോ? നീ കണ്ടോ? കമൻറ്റ് വല്ലതും വായിച്ചോ? ഒന്ന് മുറിക്കട്ട് കേട്ടോ. നല്ലതാ കിളിമീൻ. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണോ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ചങ്ങനാശ്ശേരിയിലെ കിളിമീനാണ്. പാലക്കാട് നിന്ന് എന്താ രജനി പറയുന്നത്? കിളി തന്നെ. പാലക്കാടും കിളിമീനാണ്. ഒരു എല്ലായിടത്തും അപ്പോൾ ഇത് കിളിയായിട്ടിരിക്കട്ടെ. വറക്കണ്ട, മൊത്തം കറി വയ്ക്കുക അല്ലേ കുട്ടി? മതി. ആകെ അരയല്ലേ ഉള്ളൂ. രജനി അവിടെ അരിയൊക്കെ കഴുകി ഇത് കാണാം. ഞാനിപ്പോൾ ഈ മീൻ്റെ പരിപാടി ഇപ്പുറത്തൊന്നും അങ്ങ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഫിനിഷ്ഡ് കണ്ടോ? എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നോക്കൂ, ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി സാധനങ്ങൾ വഴക്കട്ടെ കേട്ടോ. മാർച്ച് കണ്ടാൽ ഇപ്പോൾ ഒന്ന് വഴക്ക് പറയും. അടുക്കള കയറിയുള്ളത് കയറുന്നതല്ല, മെല്ലെ മെല്ലെയൊക്കെ ഒന്ന് മാറി തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോഴേ കയറിയാൽ പിന്നെയും വയ്യാതാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇത് മാത്രം ഒന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ബാക്കിയൊക്കെ അവൾ ചെയ്യും. ഞാൻ ഉപ്പുപൊടി എടുത്തോളൂ. ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ കണ്ണ് കടപടാന്ന് പറഞ്ഞ് തമ്മിത്തല്ല് കിടന്നുണ്ടോ? ഇതാ അവർ കിടന്ന് ഈ ചൂടിലൊക്കെ പെട്ട ആളുകൾ ഓടിപ്പടയില്ല. എന്ന പോലെ അവർ ഈ ചൂടിനകത്ത് പൊള്ളി നിൽക്കുക. ഒരൽപ്പം എനിക്ക് കൈയാണ് എൻ്റെ കണക്ക് കേട്ടോ. ഞാൻ പഴയ ആളല്ലേ, അതുകൊണ്ട് എനിക്ക് സ്പൂണും ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പൂണൊക്കെ എടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. കുറച്ചുണ്ട്, ഞാൻ 2 സ്പൂൺ ആവും. അതിലുണ്ടോ സ്പൂണ്? 2 സ്പൂണുണ്ടോ? ഇത് മതി. ഒരുപാട് മല്ലിയായാലും കൊള്ളുകയില്ല. മീനെ വെച്ചോളൂ. ഒരുപാട് മല്ലിയായ കൊള്ളുകയില്ല. നിങ്ങൾ സരസ്വതീശ്വര ഇനി കുക്കിങ്ങിൽ വന്നില്ല എന്ന് പറഞ്ഞ് വിഷമം വേണ്ട. അതാ ഇനി ഇത് ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഉലുവ പൊടിച്ച് വെച്ചിരിക്കുക. നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുക. ചിലപ്പോൾ പലപ്പോഴും ഒരു സ്പൂൺ ദിവസമൊക്കെ കഴിക്കുകയും ചെയ്യും. ഉലുവ നല്ലതാണ് ഡയബറ്റിക്കിന്. അപ്പോൾ ഞാനൊരു ചായ രാവിലെ കുടിക്കുന്നുണ്ട് കേട്ടോ. അതെന്ത് ചായയാണ് നിങ്ങൾക്കറിയാമോ? മുക്കുറ്റിയുടെ എൻ്റെ സ്റ്റുഡൻറ്റ്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ്, ആയുർവേദ സ്റ്റുഡൻറ്റ് പറഞ്ഞു തന്നിരിക്കുന്നതാണ് മുക്കുറ്റി. ഒരു 6 മുക്കുറ്റി എടുക്കുക. മുക്കുറ്റി അറിയാമല്ലോ, ദശപുഷ്പങ്ങളിൽപ്പെട്ട ആ മഞ്ഞപ്പൂള ചെടി. പുളിയില പോലെ ഇരിക്കും അതിൻ്റെ ഇല. എല്ലാവർക്കും അറിയാം, പിന്നെ അത് വിസ്തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിന് ഒരു 6 എണ്ണം എടുത്തിട്ട് ലതയ്ക്ക് ഒരു 6 എണ്ണം കൊണ്ട് കൊടുക്കും. അവൾക്കൊണ്ട് ഷുഗർ പറിച്ചുകൊണ്ട് കൊടുക്കും. അവളും ഇപ്പോൾ തിളപ്പിച്ച് കുടിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിന് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മൾ 3/4 ഗ്ലാസ്സാക്കി വറ്റിക്കണം. എന്നിട്ട് നമ്മളത് ഊറ്റി അരിച്ചെടുത്ത് സമൂലം വേണം കേട്ടോ, അരിച്ചെടുത്ത് കുടിക്കണം. ഡയബറ്റിസ് നല്ലതാണ് കേട്ടോ. ഞാൻ 36 യൂണിറ്റ് ഇൻസുലിനും രാവിലെ ഒരു ഗുളിക കൊണ്ട് ആഹാരത്തിന് മുമ്പ് ഗ്യാസിൻ്റെ ഗുളികയുടെ കൂടെ തന്നെ കഴിക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ യാരിയുമെറ്റെന്നും പറഞ്ഞ ഇൻസുലിന് ശേഷം ഒരു മികച്ച ഗുളികയാണ്. ഒരു ഗുളികയ്ക്ക് 25 രൂപയൊക്കെ. അതെല്ലാം കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം ഇതൊരു 6 ദിവസമായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇനി ചെല്ലുമ്പോൾ ഡോക്ടറോട് അത് പറയണം. നോക്കൂ, ഇത് 2 ടേബിൾ സ്പൂൺ ടീയല്ല കേട്ടോ. ടേബിൾ സ്പൂൺ മുളക്, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി 2 കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടോ കുട്ടി? ഇല്ലല്ലേ? അപ്പോൾ കാശ്മീരി ചില്ലി ഇതാ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് എന്തിനാണ് കുതിർക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതും അല്ലെങ്കിൽ നമ്മൾ ഈ ചൂടുള്ള ചട്ടിയിലേക്ക് ഇടുമ്പോൾ കരിയും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ
ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ടിപ്പുകൾ തന്നെ. എങ്കിലും കേൾക്കാത്ത പുതിയ പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പണ്ടൊന്നും ഇങ്ങനൊന്നും അല്ല കുട്ടികളെ അമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടെ ചൂടാക്കും. ഉലുവാപ്പൊടിയും കൂടെ ചൂടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുടംപുളി ഇട്ട് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞതിലേക്കിട്ട് മീനും വാരിയിട്ട് നല്ല തിളയ്ക്കുമ്പോൾ കാത്തു വറ്റിക്കും. അതാണ് അമ്മയൊക്കെ പള്ളി കഴിക്കുക. ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലൊക്കെ കുടംപുളി ഒരു 5 ചെറിയ അല്ലി, ഞങ്ങൾ ചൊളാന്നാണ് പറഞ്ഞത്, കുടംപുളി ഉണ്ട്. അതിനെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ സമൂലം ഒഴിക്കും. കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കും. ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് സംയുക്തമാക്കും. സംയുക്തം കൂട്ടിച്ചേർക്കും എല്ലാവരും കൂടെ. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കട്ടെ. അടുപ്പത്ത് ഉപ്പുവെള്ളത്തിലുള്ള വെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതിനെ ഒന്നുകൂടെ ഈ പാത്രം കഴുകി അതിലേക്ക് ഒഴിക്കാം. എൻ്റെ ശബ്ദത്തിൻ്റെ കിറുകിറുപ്പൊന്നും മാറിയിട്ടില്ല കേട്ടോ. അതൊക്കെ മെല്ലെ മാറട്ടെ, മാറട്ടെ. കുഞ്ഞിന് ചുമ എങ്ങനെയുണ്ട്? പോയോ സ്കൂളിൽ? എനിക്ക് അവിടെയും പോകുന്നുള്ളതുകൊണ്ട് വിവരങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിവരം അറിയാമല്ലോ. കുഞ്ഞുങ്ങളുടെയും മോടെയൊക്കെ വിവരം അറിയാമല്ലോ. കാരണം അവരൊക്കെ ഈയിടയ്ക്ക് ചുമ ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വെള്ളം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. രജനി ഇതൊന്നും നാവിൽ പോലും വെക്കാതെ വളരെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കും. പിന്നെ അധികം അവർ ഈ തേങ്ങ അരച്ചുള്ള പരിപാടിയാണ്ട് എനിക്കിന്ന് തേങ്ങ അരയ്ക്കാതെ വെക്കാന്നുള്ള വിചാരമാണ്. കുറുക്കി എടുക്കണത്. ഒരുപാട് വെള്ളമാകരുത്. ഇന്ന് ഒഴിക്കാൻ പറ്റും. വെക്കണേ രജനിയെ തക്കാളിക്കറി വലിയ എളുപ്പമുണ്ടെങ്കിൽ ഒഴിക്കാൻ വെക്കാം. ഒരു തോരനും വെക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഈ മീൻ എടുത്തിടാം. എൻ്റെ ചങ്ങനാശ്ശേരി കോട്ടയം സ്റ്റൈൽ രീതിയിൽ ഇപ്പോഴത്തേതാണ്. ഇപ്പോഴത്തെ ഇങ്ങനെയല്ല. ഞങ്ങൾ പണ്ട് വീട്ടിൽ അമ്മയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ട്, അമ്മയും അമ്മൂമ്മയൊക്കെ നമ്മളീ പഠിച്ചു നടന്നുകൊണ്ട് കുട്ടികളെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കില്ലായിരുന്നല്ലോ എന്നാൽ. എന്നാലും എനിക്ക് കുക്കിങ് മുഴുവനും അറിയാമായിരുന്നു. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് കല്യാണമായപ്പോഴത്തേക്ക്. അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എഴുത്തൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ സഹായത്തിന് എപ്പോഴും ഉണ്ടാവും. പിന്നെ അമ്മൂമ്മയുടെ അടുത്തോളം കാലം അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പാവം അസുഖമായിരുന്നു. അപ്പോൾ അവിടെ ഇതെല്ലാം കൂടെ കലക്കിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അധികം അരയ്ക്കുക കേട്ടോ. അരകല്ലിൽ അരയ്ക്കുകയായിരുന്നു. വറക്കും മുളകും മല്ലി ഉലുവായും കൂടെ വറക്കും. എന്നിട്ട് അതിനെ നല്ലോണം അരയ്ക്കും. അരച്ചിട്ട് കലക്കിയിട്ട് ഉപ്പ് ഒഴിച്ച്, ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കലക്കിയിട്ട് ഈ ഉപ്പുപൊടിയൊന്നും വാരിയിടുകയില്ല. വലിയ പാത്രത്തിൽ ഉപ്പ് കലക്കി തെളിഞ്ഞു വയ്ക്കും. അതിനകത്തൊരു ചിരട്ട ഇട്ടേക്കും കോരിയെടുക്കാൻ. അല്ലാതെ പ്ലാസ്റ്റിക്കൊന്നും ഉപയോഗിക്കില്ല. എന്നിട്ട് അതിനും ആവശ്യാനുസരണം അതിൽ ഒഴിച്ചിട്ട് മീനും അപ്പം തന്നെ പെറുക്കി അങ്ങ് ഇടും. ഒരു കുഴപ്പമില്ല. എന്താ കുട്ടിയെ വെച്ചോളൂ. ഒരു മാറ്റി തിളച്ചില്ല. ബാക്കിയൊന്ന് ഒഴിച്ചില്ല. ഒരു 5 മിനിറ്റ് അങ്ങനെ. പിന്നെ അതിന് 2 തിള തിളയ്ക്കുമ്പോൾ ഒന്ന് ചുറ്റിച്ചിട്ട് കറിവേപ്പില ഊരിയിട്ട് ചെറിയ തിന്നിൽ വെച്ചിട്ട് കുറുകി വരുമ്പോൾ എടുക്കും. കപ്പയ്ക്കൊക്കെ ബെസ്റ്റാണ്. എല്ലാ ദിവസവും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തൊക്കെ കപ്പയുണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണമായിരുന്നു കപ്പ, അറിയോ? അപ്പം അങ്ങനെ ഇതിപ്പം തിളയ്ക്കാനായി കേട്ടോ. ഇനിയിപ്പം തിളയ്ക്കട്ടെ. നമ്മളിനി മീനോട് ഇഷ്ടമാക്കണ്ട. തിളച്ചിട്ട് അതിലേക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം ഉപ്പ് നോക്കിക്കഴിഞ്ഞു. വീണ്ടും അടുത്ത ഉപ്പിലേക്ക് നടക്കുകയാണ് മീനിടുന്നതിന് മുമ്പേ. അല്ല, ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ. അല്ല, പിന്നെ ഒരുപാടായിട്ട് പിന്നെ കാര്യമില്ലല്ലോ. പുളി ഇത്തിരി കൂടുതല. അപ്പം ഇത്തിരി എടുത്തിട്ട് ഇടാം. അപ്പോൾ ഇട്ടുകൊണ്ടല്ല, എടുത്ത് നോക്കിക്കൊണ്ടല്ല.
ഇങ്ങനെ കുടംപുളിയുടെ ചുള ആയതുകൊണ്ട്, ചുള മീൻസ് ചക്കയുടെ ചുളയൊന്നുമല്ല, കുടംപുളിയുടെ അല്ലി ആയതുകൊണ്ട് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം അല്ലേ. ഇനിയുള്ളത് കിടക്കട്ടെ, മീൻ ഇട്ടിട്ട് പാകമാകട്ടെ. ഇനി നോക്കൂ, ഈ തിളച്ചതിലേക്ക് നമുക്ക് മീൻ എടുത്തിടാം. ഇതാ ഇത് കുറുകി എടുക്കണം. ഞാൻ കുറുകി എടുക്കണം. മീൻകാരൻ നന്നാക്കി തന്നായിരിക്കണം കേട്ടോ. മീൻകാരൻ നന്നാക്കി തന്നു പറഞ്ഞാൽ ആരും വാരിയിട്ടല്ലേ, അവരൊരു പേരിന് വല്ലതൊന്ന് മെയിൻ ആയിട്ടുള്ളതൊക്കെ ഒന്ന് കളയും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് നല്ലോണം ഉപ്പിട്ട് ഒരച്ച് തേച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മീശയും താടിയൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മൾ തന്നെ ചെയ്യണം, അല്ലെങ്കിലൊന്നും വൃത്തിയാവില്ല. മീൻകാരൻ വെട്ടി തന്നെന്ന് പറഞ്ഞ് ഒരു കഴുകി വാരിയിടരുത് കേട്ടോ. ഇനി ഉപ്പ് നോക്കുന്നില്ല, ഇനി ഉപ്പ് നോക്കിയാൽ നിങ്ങൾ തന്നെ കൊല്ലും. ഇനി ഇത് അടച്ചു വെക്കട്ടെ. അടച്ചിട്ടെ. അടച്ചിരുന്നതൊന്നും ഞാൻ എൻ്റെ ഷാളൊക്കെ ഒന്ന് ശരിക്കിടുന്നുണ്ട്. എനിക്ക് ഷാളിട്ടിൻ്റെ ഒരു സംതൃപ്തി ഇല്ല. ഇതിനി ഇവിടെ കിടന്ന് നല്ലോണം തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കത് തിരിതാത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസമായില്ലേ നമ്മളൊക്കെ എത്ര മാത്രം നമ്മൾ മനോവേദനപ്പെട്ടു. മഴയാണല്ലോ, അത് അതിപ്പരു. ഇപ്പം ഇന്ന് നല്ല തെളിച്ചാണ് ഇവിടെ കേട്ടോ. പിന്നെ അവിടെയൊക്കെ കുറച്ചൊക്കെ ഇനിയിപ്പം നമ്മൾ അതിൽ വിലപിച്ചുകൊണ്ട് മാത്രം ഇരിക്കാൻ പറ്റില്ലല്ലോ. വിലപിച്ച അവർ കുടുംബാംഗങ്ങൾ ഇനി അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്കൊക്കെ സങ്കടവും ദുഃഖവും വിഷമവും ഒക്കെ തന്നെ അല്ലേ. നമ്മൾക്കും അത് ഉള്ളിലുണ്ട്. എങ്കിലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇനി നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കണ്ടേ, നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണ്ടേ, ആ കണ്ണുനീരിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഇനി പഴയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ. അവർക്കൊക്കെ അത് താങ്ങുന്നതിനുള്ള, ഞാൻ തിരി നീട്ടി വെച്ചിരുന്നില്ല, താങ്ങുന്നതിനുള്ള മനഃശക്തി ഉണ്ടാകട്ടെ. ഞാനത് തിരി നീട്ടാൻ പോയി, അതിനിടെ കൂടെ താത്തു വെച്ചു, മീനിടുമ്പം താത്തു വെച്ചു. തെറുക്കിയൊന്നും വേണ്ട വെച്ചിട്ട്. എൻ്റെ വിശ്വവിഖ്യാതമായ പല്ലിൻ്റെ കഥ ഇനി ഞാൻ പറയുന്നില്ല. ഭയങ്കര വൃത്തികേടല്ലേ പല്ലില്ലാതെ എന്നെ കാണാൻ. അല്ലെങ്കിലും വലിയ വൃത്തിയൊന്നുമില്ല. ഇന്നപ്പം ഞാനും രജനിയും കൂടെ ദന്ത ഡോക്ടറെ അടുത്ത് പോകും. കുട്ടി അതിന് 3 മണിക്ക് പോയി ഡ്രസ്സൊക്കെ മാറി വരണേ. ഞാനും രജനിയും കൂടെ ദന്ത ഡോക്ടറെ അടുത്ത് പോകും. മാഷ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മാഷേയും കൊണ്ട് ഞാൻ പോവും. ഇന്നിപ്പം മാഷും നിങ്ങൾ 2 പേരും കൂടെ പോകും. അപ്പോൾ പല്ലിൻ്റെ അളവ് കൊടുക്കാനാണ്. പിന്നെ ഒരു പല്ലിനൊരു പോടും ഉണ്ട്. ആകെ മൊത്തം വയസ്സായതൊക്കെ അല്ലേ പോകുന്നത്, ആദ്യം വരുന്നതല്ലേ പല്ലൊക്കെ. അവരൊക്കെ വയസ്സാകുമ്പോൾ ഒന്ന് പോവുക. എത്ര നാൾ നമ്മൾ ചവച്ചതാണ്, എത്ര നാൾ നമ്മൾ അവരായിട്ട് സമ്മർദ്ദത്തിലാക്കിയതാണ്. അപ്പോൾ അവർ സമരം ചെയ്യുക നമ്മളോട്. അപ്പോൾ പല്ലിൻ്റെ അളവ് കൊടുക്കണം. പിന്നെ അതിന് തൊട്ട് തന്നെ ഒരു പല്ല് ഭയങ്കര ഹോളായിട്ടുണ്ട്. അത് 55 കൊല്ലം മുമ്പ് അടച്ച പല്ലാണ്. അതിപ്പോഴാണ് ഇളകിയത്. അടച്ചതങ്ങ് ഇളകി കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് അതൊന്ന് അടയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യത്തോടു കൂടിയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ബാഗിൻ്റെ തല്ലാണ് വലിയത്, പിന്നെ കുഞ്ഞത്. എൻ്റെ പാകത്തിന് ഈ ഓൺലൈനിലൊക്കെ കുട്ടികൾ അയച്ചു തരുന്നതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനൊന്നും അത് കിട്ടില്ല. പിള്ളേർ നോക്കുന്ന അളവൊന്നും ആയിരിക്കുകയില്ല ഇവിടെ വരുമ്പം. അതുകൊണ്ട് പോയി ഞങ്ങൾ 2 പേരും കൂടെ പോയി അതൊക്കെ ഒന്ന് അവിടെ അടുത്തുള്ള കടയൊക്കെ ഇതിലൊക്കെ നോക്കിയൊക്കെ, ഇന്നത് പറ്റുമെന്ന് തോന്നുന്നില്ല എല്ലാം കൂടെ. ഏതായാലും പിന്നെ ചെരുപ്പൊക്കെ നേരത്തെയുള്ള ചെരുപ്പൊന്നും എനിക്ക് കാലിലിടാൻ വയ്യ, വേദന, വെയിറ്റ് കൂടുതലാന്ന് തോന്നുക. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് സോഫ്റ്റായിട്ടുള്ള എന്തെങ്കിലും അതൊക്കെ ഒന്ന് നോക്കണം. 1, 2, 3 ദിവസം രജനിയെ ആശ്രയിക്കണം എനിക്ക്.
ഇല്ലാതെ പറ്റുകയില്ല. അവർക്ക് 100 തിരക്കാണ്. പിള്ളേരൊക്കെ വരുമല്ലേ സ്കൂള്, പിന്നെ 4 മണിയാകുമ്പോഴത്തേക്ക് 4:30 കുട്ടികളൊക്കെ മക്കളൊക്കെ എത്തുകയല്ലേ. അപ്പോൾ അതിനു മുമ്പേ എവിടെയും പോയി. പിന്നെ പിള്ളേർ അവരൊക്കെ നല്ല സ്വയം പര്യാപ്തരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അവരവരുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കുന്ന പിള്ളേരാണ്. അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവനെക്കൊണ്ടും പിള്ളേരെ കൊണ്ടൊന്നും ഒരു ശല്യവുമില്ല. പിന്നെ സാമ്പത്തിക പ്രശ്നം അതേ ഉള്ളൂ, ഒരു വീടില്ല, ആ പ്രശ്നമൊക്കെയാണ് അതിന്. അതിപ്പോൾ എന്തോ ചെയ്യാനാ, ആരും അതുങ്ങൾക്കൊന്നും കൊടുക്കില്ല. പഞ്ചായത്താണെങ്കിൽ ഉള്ള കാര്യം പറയാമല്ലോ, പഞ്ചായത്തുകാരെന്നെ തിന്നാലും വേണ്ടില്ല കേട്ടോ രജനി. ഞാനതങ്ങ് പറയുക, അവരവിടെ എന്തോ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഇവിടെ ഇവരുടെ വീടിൻ്റെ ആ ഭാഗത്തായിട്ട്. അതൊക്കെ പുറമ്പോക്ക് സ്ഥലം നേരത്തെ ഓരോരുത്തരും കയറി വീടുമൊക്കെ വെച്ചു. അവർക്കൊക്കെ എല്ലാം പട്ടയവും വെള്ളവും ഇതും ലൈറ്റും ഒക്കെ കിട്ടി. അപ്പോൾ ഇവർക്കൊരു സ്ഥലവുമില്ല. സർക്കാർ കൊടുക്കും എന്നിട്ട് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. അനുവദിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ അവർക്ക് ഇത് വന്നു, പക്ഷെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ 3-4 ഇവരെ പോലുള്ള പാവപ്പെട്ടവർ അവിടെ പോയി, കാട് ഭയങ്കര കാടായിരുന്നു. ആ കാടെല്ലാം വെട്ടി തെളിച്ച് എത്ര ദിവസം കൊണ്ടാണെന്നറിയാം. അവിടെ ഭർത്താവും ജോലിക്കൊന്നും പോകാതെ ഭർത്താവും മക്കളും അവളും കൂടെ, അങ്ങനെ മറ്റേ വീട്ടുകാരുമൊക്കെ അതിനെയൊക്കെ വെട്ടി തെളിച്ച് ഒരു ആക്കിയിട്ട് അവരെല്ലാവരും കൂടെ അത്രയും അധ്വാനിച്ച് ഒരു ചെറിയൊരു കുടിൽ പോലെ ഒരു ഒറ്റ മുറിയിൽ ഒരു ഷെഡ് കെട്ടി. അത് ഓല കൊണ്ട് ടോപ്പ് ഇട്ടു, ചുറ്റുവട്ടമൊക്കെ ഓല കൊണ്ട് മറിച്ച പാമ്പും ഒക്കെ ഉള്ള സ്ഥലമാകട്ടെ, ഇതിലൂടെ വേണമെങ്കിലും കയറാം. ഓല കൊണ്ട് തന്നെ ഒരു അടപ്പും ഉണ്ടാക്കി കതവും ഉണ്ടാക്കി അവർ ഇത്രയും നാളായിട്ട് ഒരു കൊല്ലമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. വീടിൻ്റെ ഒരു ചരിപ്പുണ്ട്, വീട് തറവാടിൻ്റെ. അവിടെ അത് നിങ്ങൾക്ക് എന്താ പറയാനാ, അതൊന്നും പറയാതിരിക്കാൻ ഭേദം. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ ഒരു 3-4 പിള്ളേർ, വീട്ടമ്മമാർ, അത് നമുക്ക് കുട്ടികൾ ഇതൊക്കെ ചെയ്ത് നമ്മുടെ മീനവിടെ കൊണ്ട് തിളക്കുക കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പഞ്ചായത്തിൽ നിന്ന് വെള്ളവും കൊടുക്കുകയില്ല, വെളിച്ചവും കൊടുക്കുകയില്ല, ഒന്നും കൊടുക്കുകയില്ല. ഇത് പുറമ്പോക്ക് സ്ഥലമാണ്, ഇത് SC/ST സ്ഥലമാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലാത്തവർക്ക് കൊടുക്കണം. അതിന് മുമ്പ് അവിടെ ഇരുന്നവരൊന്നും SC/ST ഒന്നും അല്ല. സാമർത്ഥ്യമുള്ളവരൊക്കെ കയറി ഇരുന്ന് 10, 15, 20 സെൻറ്റ്. ഇത് 3 സെൻറ്റാണ് ഇതുങ്ങൾ എടുത്തിട്ട് ഒരു കൂര കെട്ടിയത്. അതിന് വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. 1.5 കൊല്ലമായിട്ട് അവിടെ ഇരിക്കുകയാണ്, കഷ്ടം. എന്നിട്ട് ആ കുട്ടി മകൻ 10-ലും ചെറിയ മകൻ 8-ലല്ലേ ഇനി അങ്ങനെ പഠിക്കുക. കുഞ്ഞുങ്ങൾ മിടുക്കൊരു പിള്ളേരാണ്. മെഴുകുതിരി വെച്ചാണ് ആ കുഞ്ഞ് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചത്. അവനിപ്പോൾ +1 പഠിക്കുന്നു. ഈ മെഴുകുതിരി എത്ര നേരം തന്നെ ഇരിക്കും. പിന്നെ മൊബൈലും ഒന്നും പറ്റില്ല, കറണ്ട് ഉണ്ടല്ലേ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഏതെങ്കിലും പരിചയമുള്ള വീട്ടിൽ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റും ഒക്കെ കൊണ്ടാണ് ഈ കുട്ടികൾ ഇവരെല്ലാവരും അതിനകത്ത് ഒരു ആനവായും വരാം. അതിനകത്ത് ഈ 4 ജീവ. അതിൻ്റെ കൂടെ രജനിക്കും അവിടെ ഭർത്താവിനും മക്കൾക്കും ഈ പെറ്റ് ആനിമൽസിനും ഒക്കെ ഇഷ്ടം. വഴിയെ പോകുന്നതിനെല്ലാം പിടിച്ചുകൊണ്ട് അതിനെയും വളർത്തും, അതിനെയും കൂടെ കിടത്തും, അതിനും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പാലൊക്കെ അവർക്ക് ചായക്കില്ലെങ്കിലും പാലൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു മനോഭാവമാണ്. അപ്പോൾ അവർക്കൊരു നമ്മളെ കൊണ്ടൊന്നും അതിനൊന്നുമുള്ള പ്രാപ്തിയുള്ളവരല്ലല്ലോ നമ്മളാരും, സാധാരണക്കാരല്ലേ. അതിനുള്ള ഒരു സംവിധാനം ഈ സർക്കാർ ചെയ്തു കൊടുത്തിരുന്നത് വലിയ കാര്യം. എല്ലാവരും വാരിക്കോരി പണ്ടൊക്കെ, ഇപ്പോഴല്ലേ, ഇപ്പം കൊടുക്കേണ്ട പോലെയല്ലേ കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കണമല്ലോ. അല്ലാത്തപ്പോൾ സമയത്തൊക്കെ ഓരോരുത്തർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തു. ഇവർ അഭിമാനികളുമാണ്, എങ്ങും പോയി ആരോടൊന്നും പറയുകയൊന്നുമില്ല. അതൊരു കാര്യം ഇങ്ങനെ ഞാൻ അതിനിടയിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കും അതൊക്കെ ഒരു വിഷമമല്ലേ. നമ്മുടെ വീട്ടിൽ വരുന്ന കുട്ടിക്ക് ഒരു വീടും ഇല്ല. ഞാനെന്നിടത്ത് ഇപ്പോൾ അവൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവളെ കേൾക്കുകയല്ലേ പറയുന്നത്. ഈ മഴക്കാലം കഴിയുന്നിടം വരെ മുകളിൽ ആരും ഇല്ലല്ലോ നമ്മുടെ മുകളിൽ. നമ്മളിതുവരെയും വാടകയ്ക്കൊന്നും കൊടുത്തിട്ടുമില്ല. ആ സംവിധാനത്തിലല്ല നമ്മൾ വീട് വെച്ചിരിക്കുന്നത്. നമ്മുടെ 3 കുട്ടികളും വന്ന് അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, കുട്ടി നീയും നിൻ്റെ കുടുംബവും അവനും പിള്ളേരെയും കൂടെ വിളിച്ച്, അവനെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഒരു അന്യനല്ലല്ലോ, എനിക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇവിടെ വന്ന് മഴ പോകുന്നിടം വരെ താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർക്കതൊരു പരിമിതി, ഒരു മടി, അതുകൊണ്ട് ചെയ്തില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതല്ല, ഒന്നുമല്ല. നമ്മുടെ പിള്ളേരിപ്പോൾ ആരും വരികയല്ല. ഇപ്പോൾ കുറച്ച് കഴിയണം, ഈ ഓണത്തിന് എല്ലാവരും വരും. അപ്പോൾ അതുവരെ നിങ്ങൾ താമസിക്കുക, അപ്പോഴത്തേക്കും മഴയൊക്കെ മാറുമല്ലോ എന്ന് പറഞ്ഞതാണ്. അവളും മടിച്ചു, വന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കഥകൾ. കുട്ടി അതെന്തായി നോക്കിക്കേ, ഏനെയും അതെന്താണെന്ന് നോക്കാം, എന്തായാലും നോക്കാം. ആകുന്നേ ഉള്ളല്ലേ. അപ്പോൾ വീണ്ടും ഒന്ന് തിരിതാത്തിട്ടൊന്ന് ചുറ്റിക്കാം രജനി. അതുകൊണ്ട് തിരിതാത്തിട്ട് ഒന്ന് ചുറ്റിക്ക് എൻ്റെ കുട്ടി. നോക്കട്ടെ വല്ലതും ഉണ്ടോ.
വെള്ളം കൂടിയോ കുട്ടി? അല്ല കുട്ടി വെള്ളം കൂടിയേ? വറ്റട്ടെ, കിടന്ന് വറ്റട്ടെ, ഒഴിക്കാൻ എന്തെങ്കിലും വേണം. ഞാൻ അതിൻ്റെ ഒരു ശകലം എടുത്തു നോക്കട്ടെ. എനിക്ക് ഉപ്പുനോട്ടം തന്നെ, ഉപ്പുനോട്ടം എനിക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ തന്നെ അങ്ങ് പറയുക നല്ലതാണ്. അപ്പോൾ ഇനി അത് 2 തള തിളച്ചിട്ട് ചെറിയ തീയിടാം. എന്താ കുട്ടി തോരൻ എന്തെങ്കിലും ഒന്നും വെച്ച് അതും പിന്നെ ഒരു ഒഴിക്കാനും ഇത്തിരി വല്ലതും ഒഴിക്കാൻ വെറും പുളി മതി കേട്ടോ കുട്ടി, വെറും പുളി മതി. അച്ഛൻ മോര് വയ്ക്കാന്ന് വെച്ചാൽ മാഷ് മോരിൻ്റെ കൂടെ മീനിൻ്റെ കൂടെ മോര് കഴിക്കും, മോര് ഉൾപ്പെടുന്ന ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് അപ്പോൾ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടെ അവൾ മെഴുക്കുവരട്ടിക്ക് എടുക്കുന്നു. പിന്നെ നമ്മൾ എന്തുവാ ഒരു വെറും പുളി, രസമല്ല ഒന്നും അല്ലാത്തൊരു പുളി, അത് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കഥകൾ. അപ്പം മീന് അങ്ങനെ കിടന്ന് തിളക്കട്ടെ. 2 തള കഴിയുമ്പോൾ അതിനെ തിരി താത്തി വെച്ച് ഒരു 10 മിനിറ്റ്. മീനിനൊന്നും അധികം വേവില്ല. പിന്നെ ഇതൊക്കെ അതിലേക്കൊന്ന് പിടിക്കണ്ടേ. വീഡിയോ ഓഫാക്കട്ടെ. അപ്പോൾ ഇനി പിന്നെ രജനി പറയായിരുന്നു ആയി നമുക്കിനി അത് ഓഫാക്കാമെന്ന് കൂടി പറയുമായിരുന്നു. മതിയല്ലേ? അപ്പം നമ്മുടെ മീനൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതാ ചെറിയ തീയിൽ തിളക്കുകയാണ്. ഇനി ഓഫാക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫാക്കും. ഈ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്നോട് പറയണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവർക്കും സുഖവും സമാധാനവും കിട്ടുന്നതിന് വേണ്ടി ടീച്ചർ പ്രാർത്ഥിക്കുന്നു. വീണ്ടും പറയാം, നമ്മുടെ വേർപെട്ട് പോയ നമ്മുടെ വയനാട് സഹോദരങ്ങൾക്ക് വീണ്ടും നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കാം. അവരുടെ ആ പുണ്യ ആത്മാക്കളുടെ പിന്നെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് കണ്ണീർ പ്രണാമം അർപ്പിക്കാം. ഒരു പിടി കണ്ണീർ പുഷ്പങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് അർപ്പിക്കാം. അവരുടെ ആയുസ്സിനും ആയുസ്സല്ലല്ലോ, അവരുടെ ആത്മാവിനും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബാംഗങ്ങൾ സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കെല്ലാ സ്വസ്ഥതയും കിട്ടട്ടെ. റീഹാബിറ്റേഷനൊക്കെ നടത്തിയാലും അവരുടെ മനസ്സിന് സമാധാനം കിട്ടണ്ടേ. എന്തെല്ലാം കൊടുത്താലും മനസ്സിനും കൂടി സമാധാനം കിട്ടണ്ടേ അല്ലേ? അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മീൻകറിയായി. ഇനി രജനി പറഞ്ഞു ഒരു ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടി ഒരു മെഴുക്കുവരട്ടിയും വെക്കാം, പിന്നെ ഒരു പുളി ഒഴിക്കാനും. ഇത് നല്ലോണം കുറുകി വറ്റുക, ഒരൊഴിക്കാനും വയ്ക്കാമെന്നുള്ളത് പറഞ്ഞു. അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ കൂപ്പുകൈ. ബായ്.